2026 BJP എന്ത് നേടും എന്നുള്ള ചോദ്യമാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത്. അത് LDFിൽ നിന്നും UDFിൽ നിന്നും BJPയിൽ നിന്നും അത്തരത്തിലുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത്. എന്തുകൊണ്ടാണ് ആ ചോദ്യം കാലാകാലങ്ങളായിട്ട് ആവർത്തിക്കപ്പെടുന്നത്? അതിനൊരു രഹസ്യമുണ്ട്. കാരണം BJP വളർന്നു വരുന്നു. എന്തായാലും അത് നിരസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓരോ തവണയും വോട്ട് വിഹിതം എന്നുള്ളത് പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുകയാണ്. വോട്ട് വിഹിത വർധനവുണ്ട്. 2016 നിയമസഭയിൽ ഒരു ഇടം പിടിച്ചു. 2024 പാർലമെന്റിലേക്ക് എത്തി. അപ്പൊ ഇതൊക്കെ വലിയ വിജയമായിട്ടാണ് കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കോർപ്പറേഷൻ പിടിക്കുന്നു, നിരവധി പഞ്ചായത്തുകളിലേക്ക് കടക്കുന്നു, മുനിസിപ്പാലിറ്റി ഭരിക്കുന്നു. അപ്പോൾ BJP നിയമസഭയിലേക്ക് എത്രത്തോളം കടന്നുകയറ്റം ഉണ്ടാകുമെന്നുള്ള ചോദ്യം ഉയരുന്നത് വളരെ പ്രസക്തമാണ്. ഇത് ആണ് ഏറ്റവും പറ്റിയ അവസരമെന്ന് അണികൾ പോലും പറയുന്നു. ഏത് തരത്തിൽ അനുകൂലം? കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം വോട്ടായിട്ട് ഏത് മുന്നണിയിലേക്ക് മാറും? BJP നയിക്കുന്ന NDA മുന്നണിയിലേക്ക് വരുമോ അതോ UDFിലേക്ക് വരുമോ? പക്ഷെ അതിന്റെ ഗണ്യമായ പങ്ക് ഒരു തരത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് BJPയിലേക്ക് തന്നെ വരും എന്നാണ്. അത് പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിലാണ്. കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ നോക്കിയാൽ ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് നിൽക്കുന്നത്. 140 ഇടങ്ങളിലേക്ക് അത് അതിശക്തമായിട്ട് വരുന്നില്ല. ഇപ്പോൾ മലബാർ പോലുള്ള പ്രദേശത്ത്, മലപ്പുറം പോലുള്ള ജില്ലകളിലേക്ക് വരുമ്പോൾ അത് UDFിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ലീഗ് അവിടെ 16 സീറ്റും പിടിച്ചു വരും. ആ 16 സീറ്റ് പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട തന്നെയാണ്. കാരണം കേരളം ഭരിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സീറ്റുകൾ അവരുടെ എല്ലാ കാലത്തും സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ നിന്ന്, ജില്ലകളിൽ നിന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ്. ആ അവസരത്തിലാണ് BJPയും ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ പങ്ക് പറ്റിക്കൊണ്ട് മുന്നേറുന്നത്. അതിലെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുമ്പോൾ തിരുവനന്തപുരത്താണ് ഇവരുടെ ഏറ്റവും വലിയ നോട്ടം. തിരുവനന്തപുരം ജില്ലയിലെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലം എടുത്തു പറയുന്നുണ്ട് കോർപ്പറേഷനിൽ വരുന്നത്. നേമം 16 കിട്ടി, 21 നഷ്ടപ്പെട്ടു, 26 തിരിച്ചു പിടിക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇറങ്ങാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. വട്ടിയൂർക്കാവിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഇടമാണ്. മുമ്പ് 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് 2016. അപ്പോൾ അത് ഇപ്പോൾ കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. കഴക്കൂട്ടത്ത് തിരുവനന്തപുരം കോർപ്പറേഷനെ നിലനിർത്തിയിരിക്കുന്നത് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലെ വാർഡുകളാണ്. ആ വാർഡുകളിലൂടെ ഒക്കെ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുമ്പോൾ നിയമസഭയും പിടിച്ചെടുക്കാമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഇത് കഴിഞ്ഞ് തിരുവനന്തപുരം നഗരം വിട്ടുകഴിഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരുമ്പോൾ BJP അവിടെ ഒന്നുകൂടെ ഉയർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം തിരുവനന്തപുരം സെൻട്രൽ തീരദേശ മേഖലയാണ്. ക്രൈസ്തവരുടെയും മുസ്ലിം സമുദായത്തിന്റെയും വോട്ടാണ് അവിടെ ഉള്ളത്. അത് എത്രത്തോളം BJPക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അത് തിരുവനന്തപുരം നഗരം വിട്ടുകഴിഞ്ഞാൽ പിന്നെ BJP ഉന്നം വയ്ക്കുന്നത് ആറ്റിങ്ങൽ, ചിറയിൻകീഴ്, കാട്ടാക്കട, നെടുമങ്ങാടിന് പോലും സാധ്യതയുണ്ട് 2ാം സ്ഥാനത്തേക്ക് വരുമെന്നുള്ള കണക്കാണ്. കാരണം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പില് നെടുമങ്ങാടും കാട്ടാക്കടയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. PK കൃഷ്ണദാസ് ആ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം വളരെ ഗംഭീരമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ വിജയത്തിലേക്ക് എത്തുമോ എന്നുള്ളത് നമുക്ക് തീർച്ച പറയാറായിട്ടില്ല. പക്ഷെ ഇവിടങ്ങളിലൊക്കെ 2ാം സ്ഥാനത്തെത്തും. നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും തീർച്ചയായിട്ടും പിടിച്ചെടുക്കാൻ കഴിയുന്നതാണെങ്കിൽ ആറ്റിങ്ങൽ, ചിറയിൻകീഴ്, കാട്ടാക്കടയിൽ ഉറപ്പ് പറയാറായിട്ടില്ല. 2ാം സ്ഥാനം എന്നുള്ളത് മാറ്റമില്ലാത്ത കാര്യമാണ്. അത് കഴിഞ്ഞ് കൊല്ലം ജില്ലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിൽ ഇവർക്ക് അന്നും ഇന്നും ഒരുപോലെ നോട്ടം പിടിച്ചെടുക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന A ക്ലാസ് മണ്ഡലമാണ് ചാത്തന്നൂര്. പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ കോന്നിയും ആറന്മുളയുമാണ്. കോന്നി അത് അടൂർ പ്രകാശ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ കയറി കൈവയ്ക്കാൻ സാധിക്കത്തില്ല. കാരണം അടൂർ പ്രകാശ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം ചില്ലറയല്ല. ആറന്മുളയിൽ കുമ്മനം രാജശേഖരനെ പോലുള്ളവരെ ഇറക്കിക്കഴിഞ്ഞാൽ അത് വലിയ ഗുണകരമായിട്ട് മാറും. വിമാനത്താവള വിരുദ്ധ സമരം നടന്ന മണ്ണാണ്
ആറന്മുളയിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പലതുണ്ട്. വിജയം അവിടെ ഏതു തരത്തിലേക്ക് മാറുമെന്നുള്ളത് പ്രവചിക്കാൻ ആയിട്ടില്ല. പക്ഷേ BJPക്ക് അവിടെ 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയും. മറ്റൊരു ജില്ലയിലേക്ക് കടക്കുമ്പോൾ അത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ BJPക്ക് വലിയ സ്വാധീനം ഇപ്പോൾ ഉണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി വെച്ച ഒരു മുന്നേറ്റമാണ് അവിടുത്തെ ചില പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം. ചെങ്ങന്നൂരിലും കായംകുളത്തും അമ്പലപ്പുഴയിലും BJP ഒരു വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെങ്ങന്നൂരിൽ വിജയിക്കാമെന്നുള്ള സാഹചര്യത്തിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 സജി ചെറിയാൻ 39,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം അത്രത്തോളം ഉണ്ടെങ്കിൽ അതെല്ലാം ആ വോട്ടെല്ലാം തിരിച്ചു മറിക്കാനായിട്ട് BJPക്ക് കഴിയണം എന്നുള്ളതാണ് അവരുടെ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കോട്ടയം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷോൺ ജോർജിന്റെ പ്രവർത്തനങ്ങൾ, PC ജോർജിന്റെ പ്രവർത്തനങ്ങള് അത് പൂഞ്ഞാറിലും പാലയിലും വിജയം ഉണ്ടാക്കുമോ എന്ന് ഉറപ്പു പറയത്തില്ല. കാരണം അത് ക്രൈസ്തവ കേന്ദ്രങ്ങളാണ്. അവിടുത്തെ BJPയുടെ ക്രൈസ്തവ മുഖങ്ങളാണ് ഇവർ. അവർ ഏതു തരത്തിൽ അവിടെ ചലനം ഉണ്ടാക്കുമെന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം. എറണാകുളത്തേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറ A ക്ലാസ് മണ്ഡലമായിട്ടാണ് മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ തുറവൂർ വിശംബരൻ മത്സരിക്കുന്ന സമയത്ത് വോട്ട് നന്നായി ശേഖരിക്കാനായിട്ട് കഴിഞ്ഞ ഇടമാണ്. അങ്ങനെ വോട്ട് വീതം വർദ്ധിപ്പിച്ച ഇടങ്ങളിലൊക്കെ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. സാബു ജേക്കബിന്റെ പിന്തുണയോടുകൂടി കുന്നത്ത് നാട്ടിൽ മികച്ച പ്രകടനം ഉണ്ടാക്കാം എന്ന് BJP നേതൃത്വം കരുതുന്നുണ്ട്. അതുപോലെ വടക്കൻ പറവൂരിലേക്ക് വരുമ്പോൾ VD സതീശന്റെ മണ്ഡലം, എറണാകുളത്തിന്റെയും തൃശൂരിന്റെയും ബോർഡറായിട്ടുള്ള പറവൂരിലേക്ക് വരുമ്പോൾ BDJSന് നിർണായക സ്ഥാനമുണ്ട്, വലിയ സ്വാധീനമുണ്ട്. അത് വോട്ട് നേടിയെടുക്കാൻ കഴിയും, ശക്തി തെളിയിക്കാൻ കഴിയും. ഈ പറഞ്ഞ ഇടങ്ങളിലൊക്കെ വിജയത്തിലെത്തിയില്ലെങ്കിലും 2ാം സ്ഥാനത്തെത്തും. അതിഗംഭീരമായിട്ടുള്ള ശക്തി തെളിയിക്കാൻ കഴിയും. മറ്റ് 2 മുന്നണികളെയും വിറങ്ങലിപ്പിക്കാനും കഴിയുമെന്നുള്ളതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായ തൃശൂരിൽ 2024 സുരേഷ് ഗോപി മിന്നുന്ന ജയം നേടിയ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ, തൃശൂർ ജില്ല ഒന്നായി എടുക്കുമ്പോൾ ചാലക്കുടിയും കയ്പമംഗലവും ഇരിങ്ങാലക്കുടയും കൊടുങ്ങല്ലൂരും തൃശൂരും ഒല്ലൂരും BJP ശക്തി തെളിയിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏതെങ്കിലും മണ്ഡലത്തിൽ വിജയവും ആകാം എന്നുള്ള കണക്ക് കൂട്ടലും ഉണ്ട്. ഇനി പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ പാലക്കാട് ടൗണും മലമ്പുഴയും BJP ഏറെ നാളായിട്ട് ഉന്നം വെച്ചിരിക്കുന്ന ഇടം തന്നെയാണ്. അവിടെ മികച്ച പ്രകടനത്തിലൂടെ ഇനി അതിവിദൂരമല്ലാത്ത ഒരു സമയത്ത് നേടിയെടുക്കാൻ കഴിയും എന്ന് കണക്ക് കൂട്ടുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂരും കോഴിക്കോട് സൗത്തിലും വോട്ട് കൂടുതൽ നേടിയെടുക്കാം എന്നുള്ള കണക്ക് കൂട്ടലിൽ മുന്നോട്ട് പോകുമ്പോൾ വയനാടിലും കണ്ണൂരിലും ജില്ലയിലും അവർക്ക് പിടികിട്ടാത്ത ഇടമായിട്ട് ഇപ്പോഴും തുടരുകയാണ് ചെയ്യുന്നത്. എന്നാൽ കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന A ക്ലാസ് മണ്ഡലമാണ് മഞ്ചേശ്വരം. അവിടെ K സുരേന്ദ്രൻ 100-ൽ താഴെ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ സുരേന്ദ്രൻ തന്നെ വിജയത്തിലേക്ക് കടക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞ മണ്ഡലങ്ങളിൽ BJP ജയിച്ചു വരും എന്ന് ഉറപ്പ് പറയുന്നില്ല. പക്ഷേ വിജയത്തോട് അടുക്കുന്ന തരത്തിലേക്കുള്ള പ്രകടനമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതിൽ വിജയിക്കുന്ന മണ്ഡലങ്ങളും ഉണ്ട് എന്നാണ് സാരം.